ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. ചെക്ക് വെദർ ദ ഗിവൺ റിലേഷൻ എ ബി സി ഈസ് ഇൻ BCNF or not. BCNF means Boy's Code Normal. Given functional dependencies are AB tends to C and C tends to B. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന റിലേഷൻ ഏതിലായിരിക്കണം? BCNFലായിരിക്കണം. The given relation should be in BCNF. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റിലേഷൻ BCNFലാണെന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ഫസ്റ്റ് നോർമൽ ഫോം, ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം. ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദിസ് 3 നോർമൽ ഫോം then only we can check for BCNF. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് BCNFലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അത് 1NFലായിരിക്കണം, സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം, തേർഡ് നോർമൽ ഫോം. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റൂ? BCNFലോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ്, if this relation is in BCNF, it should satisfy first normal form, second normal form and third normal form. Okay, so we can take first normal form. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ഈ തന്നിരിക്കുന്ന റിലേഷൻ 1NFലായിരിക്കും. നിങ്ങൾ അത് 1NFന് കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ റിലേഷൻ 1NFൽ തന്നെ ആയിരിക്കും. അപ്പോൾ 1NFന് വേണ്ടി കൂടുതൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെക്ക് വെദർ ദിസ് റിലേഷൻ ഈസ് ഇൻ സെക്കൻഡ് നോർമൽ ഫോം ഓർ നോട്ട്. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോമിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. സെക്കൻഡ് നോർമൽ ഫോം മീൻസ് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ദാറ്റ് മീൻസ് എവരി നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഡെഫിനിഷൻ എന്താണ് സെക്കൻഡ് നോർമൽ ഫോമിൻ്റെ? എവരി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ ദി കാൻഡിഡേറ്റ് കീ ഓർ പ്രൈമറി കീ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് നോർമൽ ഫോം ചെയ്ത് നമ്മൾ ഓൾറെഡി കുറേ പ്രോബ്ലംസ് ചെയ്തു, വീഡിയോസ് കണ്ടു. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോം കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കണം. കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കുന്നത്? നമ്മൾ തന്നിരിക്കുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ നിന്നും എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് കണ്ടുപിടിക്കണം. എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന 2 ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ് AB ടെൻസ് ടു C ആൻഡ് C ടെൻസ് ടു B. അപ്പോൾ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റൈറ്റ് സൈഡിൽ വരാത്ത ആട്രിബ്യൂട്ട്സ് ആണ്. ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ റൈറ്റ് സൈഡിൽ വരാത്ത ആട്രിബ്യൂട്ടാണ് എന്ത്? എസെൻഷ്യൽ ആട്രിബ്യൂട്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ AB ടെൻസ് ടു C, റൈറ്റ് സൈഡിൽ C വന്നിട്ടുണ്ട്, C ടെൻസ് ടു B, റൈറ്റ് സൈഡിൽ B വന്നിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ വരാത്ത ഒരേ ഒരു ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ. അതേതാണ്? അത് A. സോ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ഈസ് ഈക്വൽ ടു A. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോഷർ കണ്ടുപിടിക്കണം. എസെൻഷ്യൽ ആട്രിബ്യൂട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ക്ലോഷർ കണ്ടുപിടിക്കുക. A ക്ലോഷർ കണ്ടുപിടിച്ചു. A ക്ലോഷർ കണ്ടുപിടിക്കുന്ന എങ്ങനെ? ക്ലോഷർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ്? ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം A റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി വെച്ച്, ഓഗ്മെൻറ്റേഷൻ റൂളിലെ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി വെച്ച് A ക്യാൻ ഡിറ്റർമിൻ A നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്തു. നെക്സ്റ്റ് ഈ Aക്ക് വേറെ ഏതെങ്കിലും ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. So the given functional dependencies does not determine any other attribute by using A. So എയുടെ സെറ്റിൽ ഏത് മാത്രമേ ഉള്ളൂ? A മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു റിലേഷൻ. സോ A ഈസ് നോട്ട് എ കാൻഡിഡേറ്റ് കീ. അതേപോലെ നമ്മൾ B കണ്ടുപിടിച്ചു. B സെറ്റിൽ B റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി B ആഡ് ചെയ്തു. B ഏതെങ്കിലും ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. AB ടെൻസ് ടു C ആണ്, C ടെൻസ് ടു B ആണ്, ഇല്ല. അപ്പോൾ B ഈസ് നോട്ട് എ കാൻഡിഡേറ്റ് കീ. അതേപോലെ C കണ്ടുപിടിച്ചു. C നോക്കിയപ്പോഴത്തേക്കും C ഈസ് നോട്ട് എ കാൻഡിഡേറ്റ് കീ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് AB, അടുത്ത കോമ്പിനേഷൻ കണ്ടുപിടിക്കുന്നു. ABC കണ്ടുപിടിച്ചു. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തുവാണ്? AB കണ്ടുപിടിച്ചു. AB എന്താണ്? AB ക്ലോഷർ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി വെച്ച് AB ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നോക്കിയപ്പോഴത്തേക്ക് AB ടെൻഡ്സ് ടു C ആണ്. അപ്പോൾ ABക്ക് ആരെ ഡിറ്റർമിൻ ചെയ്യാം? C. അപ്പോൾ നമ്മുടെ സെറ്റിനകത്ത് C ആഡ് ചെയ്തു. അപ്പോൾ ABC ദാറ്റ് ഈസ് ഈക്വൽ ടു റിലേഷൻ R. സോ എന്താണ്? AB ഈസ് എ കാൻഡിഡേറ്റ് കീ. അതേപോലെ BC കണ്ടുപിടിച്ചു. അത് കാൻഡിഡേറ്റ് കീ അല്ല, എന്ന് വെച്ചാൽ റിലേഷൻ കിട്ടിയില്ല. AC കണ്ടുപിടിച്ചു. AC എന്താണ്? ABCയെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ AC ഈസ് ഓൾസോ എ കാൻഡിഡേറ്റ് കീ. സോ നമുക്ക് 2 കാൻഡിഡേറ്റ് കീ ആണ് കിട്ടിയത്, AB ആൻഡ് AC. ഇനി നമുക്കിവിടെ ഒരു കോമ്പിനേഷനൂടെ വരുന്നുണ്ട്. ABC ക്ലോഷർ വേണേൽ കണ്ടുപിടിക്കാം. പക്ഷേ ABC ക്ലോഷർ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ABC ക്ലോഷറിനകത്ത് AB ഓൾറെഡി ഒരു കാൻഡിഡേറ്റ് കീ എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ABC എങ്ങനെ കാൻഡിഡേറ്റ് കീ ആവുന്നത്? അതുകൊണ്ട് നമുക്ക് ആ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോമിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് കീസ് കണ്ടുപിടിക്കുക. നമുക്ക് കാൻഡിഡേറ്റ് കീ 2 കിട്ടി. ഏതൊക്കെയാണ്? AB യും BC യും കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഈ
കാൻഡിഡേറ്റ് കീയിൽ നിന്നും പ്രൈം ആട്രിബ്യൂട്ട് നോൺ പ്രൈം ആട്രിബ്യൂട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് പ്രൈം ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ്? എ ബി സി. നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ്? നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഏതാ? ഒന്നുമില്ല, നോൺ പ്രൈം ആട്രിബ്യൂട്ടേ ഇല്ല. സോ നമുക്ക് നോൺ പ്രൈം ആട്രിബ്യൂട്ട് നൾ സെറ്റാണ് കിട്ടിയേക്കുന്നത്. സോ ഇനി നമ്മൾ ഓരോ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എടുത്തിട്ട് നമ്മളത് സെക്കൻഡ് നോർമൽ ഫോമിലാണോ എന്ന് നോക്കുന്നു. ഓക്കെ, സെക്കൻഡ് നോർമൽ ഫോം ഫസ്റ്റ് എടുത്തു. എ ബി ടെൻസ് ടു സി. എ ബി ടെൻസ് ടു സി ഈസ് ഇൻ സെക്കൻഡ് നോർമൽ ഫോമാണ്. എന്താ കാര്യം? എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കാൻഡിഡേറ്റ് കീ. സി എന്നുള്ള ആട്രിബ്യൂട്ട്, ദാറ്റ് ഈസ് എ ബി ഫുള്ളി ഫംഗ്ഷണലി ഡിപ്പെൻഡൻറ്റ്, അല്ലെങ്കിൽ സി ഈസ് ഫുള്ളി ഫംഗ്ഷണലി ഡിപ്പെൻഡൻറ്റ് ഓൺ എ ബി. അല്ലെങ്കിലും നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് വന്നാലേ ഉള്ളൂ പ്രശ്നം. ഇവിടെ കാൻഡിഡേറ്റ് കീ ആരെ ഡിറ്റർമിൻ ചെയ്യുന്നു? ഒരു പ്രൈം ആട്രിബ്യൂട്ടിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്തായാലും ലെഫ്റ്റ് സൈഡിൽ കാൻഡിഡേറ്റ് കീ എ ബി വന്നു. സോ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കാൻഡിഡേറ്റ് കീ. സോ എ ബി ടെൻസ് ടു സി ഈസ് ഇൻ സെക്കൻഡ് നോർമൽ ഫോം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സി ടെൻസ് ടു ബി. ദാറ്റ് ഈസ് ഓൾസോ ഇൻ സെക്കൻഡ് നോർമൽ ഫോം. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, സി ഈസ് എ പാർട്ട് ഓഫ് കാൻഡിഡേറ്റ് കീ ആണെന്ന്. ഇല്ലേ, സി പാർട്ട് ഓഫ് കാൻഡിഡേറ്റ് കീ ആണ്. പക്ഷേ പാർട്ട് ഓഫ് കാൻഡിഡേറ്റ് കീ ആരെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഒരു പ്രൈം ആട്രിബ്യൂട്ടിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ അല്ല. മനസ്സിലായോ? സി ടെൻസ് ടു ബി ഒരു ആരെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഒരു പ്രൈം ആട്രിബ്യൂട്ടിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ അല്ല. സോ സി ടെൻസ് ടു ബി ഈസ് ഓൾസോ ഇൻ സെക്കൻഡ് നോർമൽ ഫോം. ഇവിടെ സി ടെൻസ് ടു ബി ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട്, അല്ലെങ്കിൽ സി ഡിറ്റർമിൻസ് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് നോട്ട് ഇൻ സെക്കൻഡ് നോർമൽ ഫോം. ഇവിടെ സി ടെൻസ് ടു ബി, ബി ഈസ് ഓൾസോ എ പ്രൈം ആട്രിബ്യൂട്ട്. സോ ദാറ്റ് റിലേഷൻ ഈസ് ഓൾസോ ഇൻ സെക്കൻഡ് നോർമൽ ഫോം. നെക്സ്റ്റ് വൺ, അപ്പോൾ നമുക്ക് ആർ ഈസ് ഇൻ സെക്കൻഡ് നോർമൽ ഫോമിലാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തേർഡ് നോർമൽ ഫോം. തേർഡ് നോർമൽ ഫോം എന്താണ് പറയുന്നത്? ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി കീ ഡസ് നോട്ട് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡ് ഓൺ എ നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എ ബി ടെൻസ് ടു സി. എ ബി ടെൻസ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ വൺസ് ഡെഫിനിഷനകത്ത് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് വേറൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യാൻ പാടില്ല. അതാണ് ക്ലൂ. തേർഡ് നോർമൽ ഫോമിൻ്റെ ക്ലൂ മീൻസ് ഒരു വൺ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഡസ് നോട്ട് ഡിറ്റർമിൻ അനദർ നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഇഫ് ദാറ്റ് ഒക്കേഴ്സ്, ദാറ്റ് മീൻസ് ദർ ഷുഡ് ബി സം ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ഓക്കെ, അപ്പോൾ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് വേറൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യാൻ പാടില്ല. അതാണ് കണ്ടീഷൻ ഓഫ് തേർഡ് നോർമൽ ഫോം. ഇവിടെ നമ്മുടെ എന്താണ്? എ ബി ടെൻസ് ടു സി. എ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു കാൻഡിഡേറ്റ് കീ ആണ്. അത് ആരെ ഡിറ്റർമിൻ ചെയ്യുന്നു? ഒരു പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. സോ നോൺ പ്രൈം ആട്രിബ്യൂട്ട് വേറൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണ്? ദാറ്റ് റിലേഷൻ ഈസ് ഇൻ തേർഡ് നോർമൽ ഫോം. അടുത്ത സി ടെൻസ് ടു ബി. ദാറ്റ് ഈസ് ഓൾസോ ഇൻ തേർഡ് നോർമൽ ഫോം. ദാറ്റ് മീൻസ് എന്താണ്? സി ഒരു പ്രൈം ആട്രിബ്യൂട്ടാണ്, ബി ഈസ് ഓൾസോ എ പ്രൈം ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രൈം ആട്രിബ്യൂട്ടിന് വേറൊരു പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യാം ഇൻ തേർഡ് നോർമൽ ഫോം. എന്താണ് കണ്ടീഷൻ പറ്റാത്തത്? എന്താണ് തേർഡ് നോർമൽ ഫോമിൽ? ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിന് വേറൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂല. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രൈം ആട്രിബ്യൂട്ട് ഡിറ്റർമിൻസ് അനദർ prime attribute. So this relation is also in third normal form. Okay, next go for BCNF. BCNF പറയുന്നത് എന്താ? BCNF is stricter than third normal form. BCNF എന്താണ്? തേർഡ് നോർമൽ ഫോമിനെക്കാട്ടി സ്ട്രിക്റ്റർ ആണ്. ദാറ്റ് മീൻസ് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരേ വരാൻ പാടുള്ളൂ? കാൻഡിഡേറ്റ് കീസ് മാത്രമേ വരാൻ പാടുള്ളൂ. കാൻഡിഡേറ്റ് കീസ് വന്നിട്ടില്ലെങ്കിൽ ആ റിലേഷനെ ഡീകമ്പോസ് ചെയ്യുക. ദാറ്റ് മീൻസ് എവരി ആട്രിബ്യൂട്ട് ഷുഡ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ എന്താണ്? കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീയെ ബേസ് ചെയ്താണ്. ദാറ്റ് ഈസ് തേർഡ് നോർമൽ ഫോമിലാണെന്ന് വെച്ചാൽ പാർട്ട് ഓഫ് കാൻഡിഡേറ്റ് കീ റൈറ്റ് സൈഡിൽ പ്രൈം ആട്രിബ്യൂട്ട് വേണേ വരാം. ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCNF ഈസ് സ്ട്രിക്റ്റർ ദാൻ തേർഡ് നോർമൽ ഫോം. ദാറ്റ് മീൻസ് കാൻഡിഡേറ്റ് കീ ആയിരിക്കണം എപ്പോഴും അവിടുത്തെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുത്തു, എ ബി ടെൻസ് ടു സി എടുത്തു. എ ബി ടെൻസ് ടു സി എന്താണ്? BCNFലാണ്. എന്താ കാര്യം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നേക്കുന്ന ആട്രിബ്യൂട്ട് എ ബി ഈസ് എ കാൻഡിഡേറ്റ് കീ. സോ അത് എവിടെയാണ്? BCNFലാണ്. നെക്സ്റ്റ് സി ടെൻസ് ടു ബി. അത് BCNFലാണോ? അല്ല. റീസൺ, സി ഈസ് എ പാർട്ട് ഓഫ് കാൻഡിഡേറ്റ് കീ. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയേക്കുന്ന കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എ സി ആണ്. എ സിയിൽ നിന്നും സി ഈസ് എ പാർട്ട് ഓഫ് കാൻഡിഡേറ്റ് കീ. സി ഡിറ്റർമിൻസ് ബി മീൻസ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ BCNF. റീസൺ മനസ്സിലായല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എപ്പോഴും എന്തേ വരാൻ പാടുള്ളൂ? കാൻഡിഡേറ്റ് കീയെ വരാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ദ ഡിറ്റർമിനൻറ്റ് ഷുഡ് ബി കാൻഡിഡേറ്റ് കീ. സോ സി ടെൻസ് ടു ബി.
ആ ഒരു റിലേഷൻ, ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പെൻഡൻസി എവിടെ വരാൻ പാടില്ല? ഒരു റിലേഷൻ BCNF റിലേഷനിൽ വരാൻ പാടില്ല. ദാറ്റ് മീൻസ് ഒരു ടേബിളിൽ സിയും ബിയും ഒരുമിച്ച് വരാൻ പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആ റിലേഷനെ ഡീകമ്പോസ് ചെയ്യുക. സോ ഡീകമ്പോസിങ് ദാറ്റ് റിലേഷൻ ഇൻ ടു BCNF. BCNFിലോട്ട് ആ റിലേഷൻ എന്ത് ചെയ്യുക? ഡീകമ്പോസ് ചെയ്യുക. ദാറ്റ് മീൻസ് ആ റിലേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് റിലേഷൻ R1 എന്ന് പറഞ്ഞാൽ ABC, സെക്കൻഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? R2, B ആൻഡ് C. ഓക്കെ, R1ലെ കാൻഡിഡേറ്റ് കീസ് ഏതൊക്കെയാണ്? AB ഡിറ്റർമിൻസ് C, R2ൽ C ഡിറ്റർമിൻസ് B. സോ ദ ഗിവൺ റിലേഷൻ ഈസ് ഇൻ BCNF. ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഒരു ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേണിലാണ്, ഞാൻ ഈ എഴുതിയേക്കുന്ന ഈ ഒരു സെയിം പാറ്റേണിലായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഫസ്റ്റ് നോർമൽ ഫോം എഴുതുക. ഓൾറെഡി ഇൻ ഫസ്റ്റ് നോർമൽ, നിങ്ങൾ വെറുതെ കൺക്ലൂഷൻ എഴുതാം, ദ റിലേഷൻ ഈസ് ഇൻ ഫസ്റ്റ് നോർമൽ ഫോം. ദെൻ സെക്കൻഡ് നോർമൽ ഫോം ചെയ്യുക, തേർഡ് നോർമൽ ഫോം ചെയ്യുക, ദെൻ ഗോ ഫോർ BCNF. ഓക്കെ, താങ്ക് യു.